അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ജഗദംബികയായ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സാധനാനി കിലൈതാനി ക്രിയാശക്തിമയാനി ച ഉപാദാനം കിലൈതേഷാം ചിദനുവൃത്തിരുച്യത്തെ. ജ്ഞാനശക്തി സമായുക്ത സാത്വികാച്ച സമുദ്ഭവ. ദിശോ വായുശ്ച സൂര്യശ്ച വരുണശ്ചാശ്വിനാവപി. ജ്ഞാനേന്ദ്രിയാണാം പഞ്ചാനാം പഞ്ചാധിഷ്ഠാനദേവത. ചന്ദ്രോ ബ്രഹ്മാ തഥാ രുദ്ര ക്ഷേത്രജശ്ച ചതുർധക. ഇത്യന്തഃകരണാഖ്യസ്യ ബുദ്ധ്യാദേശ്ചാധിദൈവതം. ചത്വാരേവ്യാ തഥാ പ്രോക്ത കിലാധിഷ്ഠാതൃദേവത. മനസാ സഹ ചൈതാനി നൂനം പഞ്ചദശൈവ തു. സാത്വികസ്യ തു സർഗോയം സാത്വികാഖ്യ പ്രകീർത്തിത. സ്ഥൂലസൂക്ഷ്മാദിഭേദേന ദ്വേ രൂപേ പരമാത്മന
ജ്ഞാനരൂപം നിരാകാരം നിദാനം തൽപ്രചക്ഷത്തെ സാധകസ്യ തു ധ്യാനാദൗ സ്ഥൂലരൂപം പ്രചക്ഷത്തെ ശരീരം സൂക്ഷ്മമേവേദം പുരുഷസ്യ പ്രകീർത്തിതം മമ ചൈവ ശരീരം വൈ സൂത്രമിത്യഭിധീയത്തെ സ്ഥൂലം ശരീരം വക്ഷ്യാമി ബ്രഹ്മണ പരമാത്മനാ. ഹരേ ശൃണു നാരദ യജ്ഞേന യച്ഛ്രുത്വാ വിപ്രമുച്യത്തെ തന്മാത്രാണി പുരോക്താനി ഭൂതസൂക്ഷ്മാണി യാനി വൈ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാകാള്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 34-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ എഴുതി പാടി സമർപ്പിക്കുന്നു അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇവയെല്ലാം ക്രിയാശക്തിമയങ്ങളാം സാധനങ്ങൾ, ഇവയ്ക്കു കാരണം ചിച്ഛക്തി തൻ വൃത്തികൾ. സാത്വികവുമായി ചേർന്ന ജ്ഞാനശക്തിയിൽ നിന്നുണ്ടായ ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ ദിക്കും വായുവും സൂര്യനും വരുണൻ താനും അശ്വനി ദേവതകളും ജ്ഞാനേന്ദ്രിയങ്ങളുടെ താം ദേവതകളാം. ചന്ദ്രൻ നാൻമുഖനായുള്ള ബ്രഹ്മദേവനതുപോലെ രുദ്രൻ ഒപ്പം ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ പിന്നെ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ചന്ദ്രൻ നാൻമുഖനായുള്ള ബ്രഹ്മദേവനതുപോലെ രുദ്രനൊപ്പം ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ പിന്നെ അന്ധകരണമായുള്ള ബുദ്ധി മനസ്സും ചിത്തവും അഹങ്കാരമിവയുടെ ദേവതകളും മനസ്സിനെയും ചേർക്കുകിൽ 15 തീരുമല്ലോ. ഈ സൃഷ്ടിയാണല്ലോ സാക്ഷാൽ
സാത്വിക സൃഷ്ടി സ്ഥൂല സൂക്ഷ്മമായി പരമാത്മാവിനു രണ്ടു രൂപം. നിരാകാര ജ്ഞാനം ഉപാദാന കാരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സാധകന്റെ ധ്യാനത്തിനായി സ്ഥൂലരൂപമതു തന്നെ പരമാത്മാ തന്റെ സൂക്ഷ്മ ശരീരമെന്നും. എന്നുടെ ഈ ശരീരത്തെ സൂത്രമെന്നു ചൊല്ലും ബുധർ ബ്രഹ്മത്തിന്റെ സ്ഥൂല ശരീരത്തെ ചൊല്ലിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദായിതു ശ്രദ്ധിച്ചു കേട്ടാൽ മുക്തനായി തീരാം. ഭൂതസൂക്ഷ്മ തന്മാത്രയെ പറഞ്ഞുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ബ്രഹ്മ നാരദ സംവാദം, അതിൽ താമസ സൃഷ്ടിയെക്കുറിച്ചും രാജസ സൃഷ്ടിയെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇനി നമുക്ക് സാത്വികമായ സൃഷ്ടി എന്താണ് എന്ന് പറയാണ് 34, 35, 36, 37, 38 എന്നീ 5 ശ്ലോകങ്ങളിലൂടെ. സാധനാനി കിലൈതാനി ക്രിയാശക്തിമയാനി ച ഉപാദാനം കിലൈതേഷാം ചിതനുവൃത്തിരുച്യതേ. ഇതൊക്കെ ക്രിയാശക്തിമയമായ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഇവയാണ് ക്രിയാശക്തിയുടെ സ്വരൂപം.
ഇവയ്ക്ക് കാരണമായി നിൽക്കുന്ന എന്താ? ആ ചിച്ഛക്തിയുടെ അനുവൃത്തിയാണ് എന്നും പറയാം. പിന്നെ ജ്ഞാനശക്തി സമായുക്ത സാത്വികാച്ച സമുദ്ഭവ, സാത്വികമായ അഹങ്കാരം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജ്ഞാനശക്തിയിൽ നിന്നുണ്ടായ ജ്ഞാനേന്ദ്രിയങ്ങളെയും ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാര്, 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ. ജ്ഞാനശക്തി സമായുക്ത സാത്വികാച്ച സമുദ്ഭവ ദിശോ വായുശ്ച സൂര്യശ്ച വരുണശ്ച അശ്വിനാവപി ജ്ഞാനേന്ദ്രിയാണാം പഞ്ചാനാം പഞ്ചാധിഷ്ഠാന ദേവത ചന്ദ്രോ ബ്രഹ്മ തഥാ രുദ്ര ക്ഷേത്രജശ്ച ചതുർധക. അപ്പൊ എന്നിങ്ങനെ ഈ കാര്യങ്ങൾ ഇതൊക്കെ ചേർന്ന് ഇത്യന്തകരണാഖ്യസ്യ, അന്തഃകരണം എന്നു പേരുള്ള ബുദ്ധ്യാദേശാധിദൈവതം, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ചത്വാരേവ്യ തഥാ പ്രോക്ത, ഇവയുടെ 4 അധിഷ്ഠാന ദേവതകൾ, കിലാധിഷ്ഠാന ദേവത, മനസാ സഹ ചൈതാനി, ആ മനസ്സിനെ കൂടി ചേർത്താൽ പഞ്ചദശൈവതു, എന്തായി? 15 ആയി. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ അത്ര തന്നെ 5, പിന്നെ അന്ധകരണാദി അധിഷ്ഠാന ദേവതകൾ മനസ്സും. അപ്പോൾ 5ഉം 5ഉം 4ഉം 1ഉം കൂടിക്കഴിഞ്ഞാൽ 15. ഇങ്ങനെ 15 ഉണ്ട്. ഈ 15 സാത്വികാഹങ്കാരത്തിൻ്റെ ഈ സൃഷ്ടിയെ സാത്വിക സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ഇന്നലെ നമ്മൾ കേട്ടത് താമസ സൃഷ്ടി, അതിനുശേഷം അടുത്തതായി കേട്ടു രാജസ സൃഷ്ടി, ഇപ്പതാ സാത്വികമായ സൃഷ്ടി. ഈ 3നെ കുറിച്ചും പറഞ്ഞു. സ്ഥൂല സൂക്ഷ്മാതിഭേദേന ദ്വേ രൂപേ പരമാത്മന, സ്ഥൂലം സൂക്ഷ്മം എന്നീ ഭേദമനുസരിച്ച് പരമാത്മാവിന് 2 രൂപങ്ങളുണ്ട്. പരമാത്മാവിൻ്റെ നിരാകാരമായിരിക്കുന്ന ജ്ഞാനസ്വരൂപം, അത് എല്ലാത്തിനും ഉപാദാന കാരണമായി കണക്കാക്കപ്പെടുന്നു. ജ്ഞാനരൂപം നിരാകാരം നിദാനം തത് പ്രചക്ഷത്തെ, എല്ലാത്തിനും കാരണം അതാണ്, നിദാനം ഉപാദാന കാരണം അതാണ് എന്ന് പറയപ്പെടുന്നു. സാധകസ്യതു ധ്യാനാദൗ സ്ഥൂലരൂപം പ്രചക്ഷത്തെ ശരീരം സൂക്ഷ്മമേവേദം പുരുഷസ്യ പ്രകീർത്തിതം. സാധകന്റെ ധ്യാനാദികൾക്ക് വേണ്ടിയാണ് സ്ഥൂലരൂപം, അത് തന്നെയാണ് പരമാത്മാവിൻ്റെ സൂക്ഷ്മ ശരീരം എന്നും പ്രകീർത്തിക്കപ്പെടുന്നു എന്നാണ്. മമ ചൈവ ശരീരം വൈ സൂത്രം ഇത്യഭിധീയത്തെ. മമ ചൈവ ശരീരം, എൻ്റെ ഈ ശരീരത്തെ അറിവുള്ള ആളുകൾ എന്തു പറയുന്നു? അവർ സൂത്രം എന്ന് പറയുന്നു. ഇപ്പൊ സ്ഥൂലം ശരീരം വക്ഷ്യാമി ബ്രഹ്മണ പരമാത്മന, പരമാത്മാവായ ആ ബ്രഹ്മത്തിൻ്റെ സ്ഥൂല ശരീരത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറയാണ്. ശൃണു നാരദ യത്നേന തച്ഛ്രുത്വാ വിപ്രമുച്യത്തെ തന്മാത്രാണി പുരോക്താനി ഭൂതസൂക്ഷ്മാണി യാനി വൈ. ഹേ നാരദ, ശ്രദ്ധിച്ച് കേൾക്കൂ. ശൃണു നാരദ, ഇത് കേട്ടുകഴിഞ്ഞാൽ മുക്തനായി തീരാൻ സാധിക്കും. ഭൂതസൂക്ഷ്മങ്ങളായ തന്മാത്രകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് കേട്ടുകഴിഞ്ഞാൽ സമസ്ത ദുഃഖങ്ങളിൽ നിന്നും സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന 42ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് അടുത്ത 43ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.